ഈ IPL ചെന്നൈയുടെ സൂപ്പർമാനായിട്ട് സാംസൺ വളർന്നു വരികയാണ്. വളർന്നു വരിക മീൻസ് അങ്ങോട്ട് വന്നതിന് ശേഷം നല്ല ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ധോണി തീരെയില്ല. നമ്മൾ ഈ സ്ക്രീനിലൊക്കെ കാണുമ്പോഴും ധോണിയുടെ മുഖം പോലെ എവിടെയും കാണിക്കുന്നില്ല. എന്ത് പറ്റി ധോണിക്ക് എന്നുള്ളത് ധോണി പ്രേമികൾക്ക്, പ്രത്യേകിച്ച് ഒരു സൗത്ത് ഇന്ത്യൻ ഇത് വന്നിട്ടുണ്ടല്ലോ ധോണിക്ക്. അപ്പൊ എന്താണ് ധോണിക്ക് സംഭവിച്ചത്? ധോണി സീരീസ് കളിക്കുകയല്ലേ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ധോണി ഇപ്പൊ 1995 കെവിൻ സ്പേസിയുടെ യൂഷ്വൽ സസ്പെക്ട്സ് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് കേസർ സോസെ എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ വില്ലൻ, ഇയാൾ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ IPL ധോണി. ഇങ്ങനത്തെ ഒരു കളിക്കാരൻ ഉണ്ടോന്നാണ് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത്. ധോണി ഉണ്ട്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറൊക്കെയാണ് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് വിവരം കിട്ടിയത് അതാണ്. മറ്റേ കീപ്പിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 19 വയസ്സുകാരനായ കാർത്തിക് ശർമ്മ ടീമിലുണ്ട്. കാർത്തിക് ശർമ്മ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ കാർത്തിക് ശർമ്മയാണ് അവര് ഫ്യൂച്ചറായിട്ട് കാണുന്നത്. ഇപ്പൊ സഞ്ജുവിനൊക്കെ 31 വയസ്സായി. അപ്പൊ എല്ലാ മാച്ചിനും ഇപ്പൊ എങ്ങാനും സഞ്ജു കീപ്പ് ചെയ്യണമെന്നില്ലെങ്കിൽ ഒരു ബാക്കപ്പ് വേണല്ലോ. അപ്പൊ ഈ 19 വയസ്സുകാരന്റെ ചാൻസ് കളയണ്ടെന്നാണ് ധോണിയുടെ മനസ്ഥിതി ഇപ്പൊ. അപ്പൊ പരമാവധി ഇപ്പോഴാണെങ്കിൽ ടീം കുറച്ച് ജയിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വളരെ മോശം തുടക്കത്തിന് ശേഷം കഴിഞ്ഞ 4 മാച്ചിൽ 3 ജയിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലേ ഓഫ് സാധ്യതയുണ്ട് ഇപ്പോഴും. അപ്പോൾ ആ ഒരു ബാലൻസ് തെറ്റിക്കണ്ടെന്ന് ആണ് ധോണി മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ കാർത്തിക് ശർമ്മ ഫാക്ടറും ആ ഒരു ചെറുപ്പക്കാരന് ചാൻസ് താൻ കാരണം പോകരുതെന്ന്. പക്ഷെ മറുവശത്ത് ടീം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കേട്ടത് അവർക്ക് ഉറപ്പായിട്ടും ഈ 2 ചെപ്പോക്ക് മാച്ചേ ബാക്കിയുള്ളൂ. ഈ ഞായറാഴ്ച 10-ാം തീയതി പിന്നെ 18-ാം തീയതി. അപ്പൊ ഇതില് 2-ൽ ഏതെങ്കിലും 1-ല് അവർക്ക് ധോണി കളിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു മാച്ച് ധോണി കളിക്കുന്നതാണ് ഞാൻ കേട്ടത്. എന്തായാലും അടുത്ത സീസൺ ഒക്കെ ആകുമ്പോഴേക്കും ഒരു മെന്റർ ആയിട്ടോ കോച്ചായിട്ടോ ഒക്കെ ഉള്ളതായിരിക്കില്ലേ? ഞാൻ കേട്ടത് അവര് കോൺട്രാക്ട് റദ്ദാക്കില്ല. എന്ന് വെച്ചാൽ ഈ സൈക്കിള് കോൺട്രാക്ട് 3 കൊല്ലത്തെ സൈക്കിളാണ്. ഇപ്പൊ അടുത്ത സീസണാണ് 3-ാമത്തെ കൊല്ലം. അപ്പൊ അതില് ധോണി ഇതേപോലെ കളിച്ചില്ലെങ്കിലും ടീമിന്റെ ഒരു അംഗമായിട്ട് ഈ കളിക്കണ ഒരു മെന്റർ പോലെ. മറ്റേത് ഇപ്പൊ മെന്റോർ എന്ന് പറഞ്ഞാൽ കുറെ കാലം മുമ്പ് റിട്ടയർ ചെയ്ത കളിക്കാരൊക്കെ. ഇതിപ്പോ ധോണി നെറ്റ് സെഷൻസിൽ ഉണ്ടാവും, ആ പ്ലാനിങ് മീറ്റിംഗ് എല്ലാത്തിലും ഉണ്ടാവും. ചിലപ്പോ 1-2 കളി കളിച്ചു എന്ന് വരും. ഫിറ്റ്നസ് ഇപ്പൊ വേറെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ തനിക്ക് 40 ഓവർ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട്. പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, പക്ഷെ കളി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഇന്റൻസിറ്റിയാണ്. പെട്ടെന്നൊരു 2-3 ഓടേണ്ടി വന്നാലൊക്കെ അത് പറ്റുമോ എന്നുള്ള അത് പ്രായത്തിൻ്റെതായിട്ടുള്ള സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നു ഈ നോൺ പ്ലേയിങ് ഒരു ക്യാപ്റ്റൻ അല്ല, പക്ഷെ എന്നാലും നോൺ പ്ലേയിങ് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു റോളില് ഈ സൈക്കിൾ കഴിയണവരെ മിക്കവാറും ധോണി ഉണ്ടാവും.